എന്തുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഈ രാവണപ്രഭു എന്ന ചിത്രത്തിൻ്റെ വമ്പൻ കളക്ഷൻ ഇന്നലെ നേടിയെന്ന് തന്നെ നമ്മൾ നേരത്തെ തന്നെ വാർത്ത കിട്ടിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഏകദേശം 80-90 ലക്ഷത്തിനടുത്ത് ഇന്നലെ ചിത്രം നേടി എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. കേരളത്തിൽ നിന്ന് അങ്ങനെ 2,30,00,000 ഈ ചിത്രം എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം 3 കോടിക്ക് അടുത്ത് 290-3 കോടി റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഒരത്ഭുതം തന്നെയാണ് അല്ലേ. ലാൽ മാജിക് എന്ന് പറയുന്ന ഒരു അത്ഭുതം ഈ രാവണപ്രഭുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കാരണം ഈ പുതിയ റിലീഫ് ചിത്രങ്ങൾ പോലും നേടാത്ത കളക്ഷനാണ് രാവണപ്രഭു എന്ന 21 കൊല്ലം മുമ്പ്, 21 അല്ലല്ലോ 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ ചിത്രം തെളിയിക്കുന്നത്. രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ രഞ്ജിത്ത് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മുടെ ദേവാസുരം എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗം. അങ്ങനെ 2 ലാൽ ഒന്നിച്ചപ്പോൾ ഒരു ലാൽ മാജിക് തന്നെ നമുക്കറിയാം കളക്ഷനുകൾ തകർക്കുമെന്ന്. അപ്പം മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികനും ഒന്നിച്ചൊരു വേദിയിൽ വന്നപ്പോൾ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. 24 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും സ്ക്രീനുകളിൽ ഓളം സൃഷ്ടിക്കാൻ ഈ ലാൽ മാജിക്കിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലേ. അത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മലയാളികൾ എന്തുമാത്രം സ്വീകരിച്ചിരിക്കുന്നു എന്നതിനുള്ള ഒറ്റ തെളിവ് മാത്രം ഇത് മാത്രം കണ്ടാൽ മതി. അപ്പം ലാൽ ചിത്രങ്ങൾ റിലീഫ് ചെയ്യുമ്പം എല്ലാ ചിത്രങ്ങളും വിജയിക്കുന്നു. അതും ഒരു അപൂർവമായ കാര്യമാണ്. കാരണം സ്പടികമായാലും മണിച്ചിത്രത്താഴായാലും ചോട്ടാ മുംബൈ ആയാലും ദേവദൂതൻ പോലും വിജയിച്ച ചരിത്രം, അതിൻ്റെ കൂടെ മറ്റൊരു ചിത്രം കൂടെ വൻ വിജയമാകുന്നു രാവണപ്രഭു. എനിക്ക് തോന്നുന്നു ഈയിടെ ഒരാൾ വരെ ഇന്ന് കേട്ടു 300-ൽ പരം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ആഴ്ചയിലും ലാലിൻ്റെ ഓരോ പടം റിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ നമ്മൾ എത്ര കണ്ടാലും മടുക്കത്തില്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ അതുപോലെ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇനിയുള്ള ചിത്രങ്ങൾ പലതും, ഈ ചിത്രങ്ങളെല്ലാം മോഹൻലാൽ ചിത്രങ്ങളാണ് റിലീഫിലൂടെ വൻ വിജയം നേടുന്നത്. മറ്റു പലരുടെയും ചിത്രങ്ങൾ റിലീഫ് ചെയ്തിട്ട് ഒരു ഓളവും സൃഷ്ടിക്കാതെ പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് അണിയറയിൽ മോഹൻലാൽ ചിത്രങ്ങൾ റിലീഫ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഗുരു എന്ന ചിത്രം റിലീഫ് ചെയ്യുന്നതിൻ്റെ കാര്യം. അത് ഈ അടുത്ത് തന്നെ അറിയാൻ പറ്റി. ഗുരു റിലീഫ് ചെയ്യും. പിന്നെ ഉദയനാണ് താരം എന്ന ചിത്രത്തിൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. ഒരു ആവശ്യപ്പെടുന്ന ഒരു സാധനമുണ്ട്, നരസിംഹം അതുപോലെ നരൻ, ഈ ചിത്രങ്ങളൊക്കെ റിലീഫ് ചെയ്യണം എന്നുള്ളത്. ഈ മോഹൻലാൽ ചിത്രങ്ങളുടെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ചിത്രങ്ങൾ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നു, ചിത്രങ്ങളുടെ റിവ്യൂ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള. പഴയ ചിത്രത്തിൻ്റെ റിവ്യൂ, അത് ഞാൻ പറഞ്ഞില്ലയോ, അതൊരു പ്രത്യേകതയാണ്. മോഹൻലാൽ ചിത്രങ്ങൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും തിയേറ്റർ വരുമ്പോൾ ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. അത് കണ്ടിഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പക്ഷേ നമുക്ക് കമൻറ്റുമായിട്ടൊക്കെ പലരും വരുന്നുണ്ട്. അവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നലെയും മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ കാന്താര ഒഴിച്ചുള്ള ചിത്രങ്ങൾ എന്ന് പറയണം. കാന്താര അന്യഭാഷ ചിത്രമാണല്ലോ. ബാക്കിയുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഒരു ചിത്രവും നമ്മുടെ രാവണപ്രഭുവാണ്. രാവണപ്രഭുവിൻ്റെ കൂടെ മത്സരിച്ച് ചെയ്ത പുതിയ റിലീഫുകൾ വന്നിട്ട് പോലും മോഹൻലാൽ ചിത്രം രാവണപ്രഭുവാണ് 1ാം സ്ഥാനത്ത് നിന്നത് എന്ന് ഓർക്കുമ്പോൾ ലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ്റെ പ്രതിഭാസം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇതൊരു ഓളം തന്നെയാണ്. ഇനിയും വരുന്ന മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ ഒരു ഓളം സൃഷ്ടിക്കുമെന്നുള്ള ഉറപ്പാണ്, ഒരു ട്രെൻഡിങ് ആണ്. അപ്പം ഞാൻ ഇന്നലെ പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പം അവരൊക്കെ 100 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അപ്പോഴും തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഒരു 100-200 രൂപ മുടക്കി തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ പോവുകയാണെന്ന് അവർ പറയുന്നത്. കഥയൊന്നും ഞങ്ങൾക്കറിയാം, കഥയൊക്കെ ഞങ്ങൾ എത്ര പ്രാവശ്യം കേട്ട്, സംഭാഷണങ്ങൾ തന്നെ ഞങ്ങൾക്ക് കാണാപ്പടമാണ്. അതിൻ്റെ ഓരോ ഡയലോഗുകളും ഓരോ
പിക്ചറും എല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടമാണ്. പക്ഷേ ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞങ്ങൾക്കൊന്ന് ആഘോഷിക്കണം. ഒരു ഭയങ്കര വൈബാണ്. എല്ലാം കണ്ടവരെല്ലാം, നിങ്ങൾ കണ്ടവരോട് എല്ലാവരും ചോദിച്ചു നോക്കുക, ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ തിയേറ്ററിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് മോഹൻലാലിൻ്റെ ആയിട്ട് ഏത് നടൻ്റെ ആയിക്കോട്ടെ, തിയേറ്ററിൽ നമ്മൾ പടം കാണാൻ പോകുമ്പോഴേ ആരുമില്ലാത്ത തിയേറ്ററിൽ പോയിരുന്ന പടം കാണുന്നതിനേക്കാൾ എന്ത് രസകരമല്ലേ. ഒരു എല്ലാവരും ആളും അനക്കവും ബഹളവും ഒക്കെ ഉള്ള തിയേറ്ററിൽ പോയിരുന്ന് നമുക്ക് പടം കാണുക. അത് ആഘോഷിക്കാൻ പറ്റുന്ന പടമാണെങ്കിൽ പിന്നെ പറയണ്ട, നമ്മളും മതിമറന്ന് ആഘോഷിക്കും. അപ്പോൾ ആ രീതിയിലുള്ള വൈബാണ്. ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് കുട്ടികളെല്ലാം സ്കൂളിൽ പോകാത്ത ദിവസം എല്ലാവരും കൂടെ വൈകുന്നേരങ്ങളിൽ തിമിർത്തു എന്നാണ് പറയുന്നത്. ഏകദേശം ഇന്നലത്തെ നൈറ്റ് ഷോകളുടെയൊക്കെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള കളക്ഷൻ പോലും കിട്ടിയിട്ടില്ല. എന്നാലും ഒരു 5 കോടിക്ക് മുകളിൽ നിസ്സാരമായിട്ട് ഈ രാവണപ്രഭു നേടും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം ഞാനതാണ് പറഞ്ഞത്, പുതിയ പുതിയ റിലീഫ് ചിത്രങ്ങൾ 5 കോടിയൊക്കെ നേടാൻ പാടുപെടുന്ന ഈ സമയത്ത് മോഹൻലാലിൻ്റെ 24 കൊല്ലം മുമ്പുള്ള ഒരു ചിത്രം വന്ന് റിലീഫിലൂടെ 5 കോടിക്ക് അടുത്തൊക്കെ നേടുന്നു. 5 കോടി അല്ല, അതിൽ കൂടുതൽ നേടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇനിയും വർക്കിംഗ് ഡേ കുറച്ച് ദിവസത്തേക്ക് ശരാശരി കളക്ഷൻ തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നു. ഒരു 50 റേഞ്ച്, 40-50 റേഞ്ചിൽ തന്നെ കളക്ഷൻ നിലനിൽക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ശനി ഞായർ അവധി ദിവസങ്ങൾ വരുമ്പോൾ വീണ്ടും തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കും. അത് UAE-യിലായാലും വിദേശ രാജ്യങ്ങളിലായാലും, അതൊരു ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഗോവ എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ഓളം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. അപ്പം നമ്മൾ 2 ദിവസത്തെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ വരുമ്പോൾ 1,80,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അതിൽ 40ഓളം കേരളത്തിൽ നിന്ന്, ബാക്കി 40 ലക്ഷത്തോളം അന്യനാട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഈ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രം അവിടെ ഓളം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുള്ള കാര്യമല്ലേ. അങ്ങനെയാണ് മോഹൻലാൽ, ഏത് മോഹൻലാൽ ചിത്രവും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ലാൽ ചിത്രം കൂടി തിയേറ്ററിൽ വൻ വിജയമാകുന്നു. അപ്പം ഇനി ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാൽ ചിത്രങ്ങൾ ഇല്ലാതെ ഓണവും വിഷുവും ഒക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ കാര്യമില്ലല്ലേ. ഒരു മോഹൻലാൽ ചിത്രം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ഒരു പഴയ മോഹൻലാൽ ചിത്രം റിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആഘോഷമാക്കും. അതാണ് ലാൽ ചിത്രങ്ങളിലെ ഏറ്റവും പ്രത്യേകത. അപ്പം മലയാള സിനിമയിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഏറ്റവും വലിയ ലഹരി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ് ഏറ്റവും വലിയ ലഹരി. അതുതന്നെയാണ് മലയാള സിനിമാ ചരിത്രം കാണിച്ചു തരുന്നതും കുറച്ച് ദിവസമായിട്ട് തിയേറ്ററിലുടനീളം നമ്മൾ കണ്ടുവരുന്നത്. അതൊന്നും കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ കാര്യമില്ല. അസൂയയും കുശുമ്പും കൊണ്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യാനല്ലേ, ആ മനുഷ്യൻ അങ്ങനെ ആയിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഇഷ്ടമാണ് എന്നെ പലർക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആണ്. എന്തോ നമുക്കെല്ലാം ഇഷ്ടമാണ് അല്ലേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ അറിയാൻ വയ്യാത്ത ഒരു കാര്യം. അപ്പോൾ കാത്തിരിക്കാം പുതിയ പുതിയ രാവണപ്രഭു വിശേഷങ്ങൾക്ക് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.